ചില സ്നേഹം പറഞ്ഞവരെ, ഇന്ന് നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് പാതി ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് പാതി നോമ്പാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത്, ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ നോമ്പെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ വർഷത്തെ നോമ്പെടുക്കുന്നതിന് വീഴ്ച പറ്റി എന്നുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കേണ്ട ഇങ്ങനെയാണ്: ഇനിയും ഒരു 25 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ 25 ദിവസങ്ങളിലെങ്കിലും ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ചെറിയ ഉപവാസവും നോമ്പുമെല്ലാം എടുത്തു തുടങ്ങുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 25 ദിവസം നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടത് 25 ദിവസം ഞാൻ അത്യാവശ്യം ഇന്ന കാര്യങ്ങളൊക്കെ കേട്ട് നോമ്പെടുത്തു, ഇന്ന രീതിയിൽ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇത്തിരി കൂടി ഒരു പ്ലസ് പോയിന്റ് കിട്ടാവുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പതുക്കെ കൂടുതലായിട്ടൊക്കെ ചെയ്തു വരുന്നു. ഇനിയും ഒരു 25 ദിവസമുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് കൂടി നോമ്പെടുക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ രീതിയിൽ ഒരല്പം കൂടി വ്യത്യാസം വരുത്തി ഒരല്പം കൂടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൂടി ശ്രമിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ സുവിശേഷത്തില് യേശു തന്നെ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് പിതാവിനാൽ വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഈ നോമ്പും ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ ഇവർക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ സഹായം നമ്മൾ നേടേണ്ട അത്യന്താപേക്ഷിതമാണ്. അതായത്, നമ്മൾ നോമ്പെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപവസിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സഹായം കൂടാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ പാതി നോമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ കൂടി ഭംഗിയായിട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.